أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1245 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂറിലെ 1-2 ആയത്തുകളുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. صدق الله العلي العظيم. സൂറത്തു നൂറിലെ ആദ്യത്തെ 2 ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ 2 ആയത്തുകളുടെ പ്രാഥമികമായ ആശയം നിങ്ങളുമായി പങ്കുവെക്കുകയുണ്ടായി. ഈ ആയത്തുകൾ പഠന വിധേയമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളെ ഭാഗികമായി എങ്കിലും പരാമർശിച്ചു പോകുന്നില്ലെങ്കിൽ ഈ ആയത്തുകളുടെ പഠനം വേണ്ട വിധത്തിൽ ഫലപ്രദമാവുകയില്ല എന്നതിനാലാണ് ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കാമെന്ന് വെക്കുന്നത്. സൂറത്തു നൂറിന്റെ തുടക്കത്തിലുള്ള ഈ 2 ആയത്തുകൾ 1ഉം 2ഉം വളരെ ഗൗരവമുള്ള ഒരു ശൈലിയിലാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. നാം അവതരിപ്പിച്ചിരിക്കുന്ന അധ്യായമാണിത്. അതിലെ നിർദ്ദേശങ്ങൾ നാം കർശനമായി പാലിക്കപ്പെടേണ്ട നിയമമാക്കി നിർബന്ധമാക്കി വെച്ചിരിക്കുന്നു. അതിൽ വളരെ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് നാം അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ബോധമുള്ളവരായി കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നവരായി മാറുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സഗൗരവം ഈ സൂറത്ത് തുടങ്ങുന്നത്. പിന്നെ നേരെ വിഷയത്തിലേക്ക് വരികയാണ്. വ്യഭിചാരിണിയും വ്യഭിചാരിയും 2 പേരെയും നിങ്ങൾ അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ 100 ജൽദ 2 പേരെയും നിങ്ങൾ 2 പേരെയും ഓരോരുത്തരെയും നിങ്ങൾ 100 ജൽദ നൽകുക, അല്ലെങ്കിൽ 100 അടി വീതം നൽകിയവരെ നിങ്ങൾ ശിക്ഷിക്കുക. വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്. അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കുന്ന വിഷയത്തില് അവരോടുള്ള കൃപാവായ്പ നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ.
നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, അന്ത്യനാളിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നടപ്പിലാക്കുന്നതിലാണ്, അവരോട് കൃപാവായ്പ കാണിക്കുന്നതിലല്ല നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാവേണ്ടത്. വലിയശ്ഹദു അദാബഹുമ ത്വാഇഫത്തും മിനൽ മുഅ്മിനീൻ, അവർക്ക് നൽകപ്പെടുന്ന ശിക്ഷ സത്യവിശ്വാസികളിലെ ഒരു സംഘം അതിന് ദൃക്സാക്ഷികളാവുകയും ചെയ്യട്ടെ എന്നാണ് ഇതിലെ നിർദ്ദേശം. അപ്പോ ഈ വാക്യങ്ങളുടെ ശൈലി നമ്മൾ മനസ്സിലാക്കി. നാം എന്ന ഊന്നലോട് കൂടിയാണ് അള്ളാഹു നേരിട്ട് ഒരു നിർദ്ദേശം നൽകുന്ന, ഒരു നിയമവ്യവസ്ഥ നടപ്പിലാക്കുന്ന ഗൗരവത്തിലുള്ള ഒരു അവതരണമാണ്. ഒരു പക്ഷേ വിശുദ്ധ ഖുർആനിൽ ഇത്രത്തോളം ഗൗരവത്തിൽ തുടങ്ങുന്ന മറ്റൊരു സൂറത്ത് കാണാൻ സാധ്യമല്ല. ആരിൽ നിന്ന് ആണോ നിങ്ങൾക്ക് മരണശേഷം പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്നത്, ആ അള്ളാഹുവിന്റെ നിർദ്ദേശവും വിധിവിലക്കുകളുമാണ് എന്ന വിധത്തിൽ ഗൗരവത്തിലാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. അത് ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ പാലിക്കാം, മറിച്ചാണെങ്കിൽ വേണ്ടെന്ന് വെക്കാം എന്ന നിലക്കല്ല, വളരെ കർശനമായി പാലിക്കപ്പെടേണ്ട കാര്യമാണത്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വാസമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് പാലിക്കല് വളരെ അവര് ബാധ്യതപ്പെട്ട കാര്യവുമാണ്. അപ്പോ ഇതില് സാൻമാർഗികമായ ചില നിർദ്ദേശങ്ങൾ, സാൻമാർഗിക ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള വളരെ സ്പഷ്ടതയുള്ള നിർദ്ദേശങ്ങളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതാണ് ബയ്യിനാത്തായ ആയാത്തുകളാണെന്ന് ഇവിടെ പറയുന്നതിന്റെ സൂചന. ആർക്കും അത് മനസ്സിലായില്ല, അതിൽ അവ്യക്തതയുണ്ട്, ആശയക്കുഴപ്പമുണ്ട് എന്നൊന്നും പറയാൻ പഴുതില്ലാത്ത വിധത്തില് വളരെ സ്പഷ്ടതയുള്ള വിധത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നിയമങ്ങള്, നിർദ്ദേശങ്ങൾ തുടങ്ങുന്നത്. ഈ ആമുഖത്തിന് ശേഷം യാതൊരു ആ മുഖവുരയുടെ അല്ലെങ്കിൽ ആമുഖത്തിന്റെ ആ പ്രാധാന്യം നിലനിർത്തുന്ന വിധത്തിലുള്ള ഗൗരവത്തിലുള്ള നിർദ്ദേശങ്ങളാണ് തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ വിഷയം വ്യഭിചാരമാണ്. വ്യഭിചാരിണിക്കും വ്യഭിചാരിക്കും 100 വീതം അടി ശിക്ഷയായിട്ട് നൽകണം എന്നതാണ് ഇവിടെ നിർദ്ദേശം. വ്യഭിചാരം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഭാര്യാഭർത്തൃ ബന്ധമില്ലാതെ വിവാഹിതരല്ലാത്ത ആണും പെണ്ണും, സ്ത്രീയും പുരുഷനും ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്നതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ലൈംഗിക ചോദന, ലൈംഗിക വികാരം ശമിപ്പിക്കുന്നതിന് പല രീതികളും ഒരുപക്ഷെ പ്രചാരത്തിലും മനുഷ്യർക്കിടയിൽ ഉണ്ടാവും. പക്ഷെ അത്തരം എല്ലാ സംഗതികളെയും കുറിച്ച് ഈ പദം പ്രയോഗിക്കാറില്ല. സിന എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധം, അതും നേർക്ക് നേരെയുള്ള ലൈംഗിക ബന്ധം, അത് വിവാഹിതരായ ആണും പെണ്ണും പരസ്പരം ഏർപ്പെടുന്ന തരത്തിലുള്ള ബന്ധം വിവാഹം ചെയ്യാത്ത ആണും പെണ്ണും തമ്മിൽ നടത്തുന്നതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. വളരെ പൗരാണികമായ കാലം തൊട്ട് തന്നെ എല്ലാ സമൂഹങ്ങളിലും ഇത് വലിയ തിന്മയും പാപവും ഒക്കെ ആയിട്ടാണ് ആളുകൾ നോക്കിക്കണ്ടിട്ടുള്ളത്. അത് വളരെ അധിക്ഷേപാർഹമായ, അപമാനകരമായ ഒരു കാര്യമായിട്ടാണ് വിവാഹിതരെ പോലെ ഇണചേരുന്ന ബന്ധത്തിൽ ഏർപ്പെടുന്ന കാര്യത്തെ പഴയ കാലം മുതൽ തന്നെ നോക്കി കാണപ്പെട്ടിരുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ സംസ്കൃതിയുടെ, മനുഷ്യ നാഗരികതയുടെ തുടക്കം മുതൽ തന്നെ ചില വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഒക്കെ ഇക്കാര്യത്തിൽ വേണമെന്നൊരു ബോധം മനുഷ്യന്റെ ഉപബോധ മനസ്സിൽ പ്രവർത്തനക്ഷമമാണ് എന്നർത്ഥം. ഏറ്റവും പൗരാണികരായ പ്രവാചകന്മാർ മുഖേന പഠിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങളുടെ ഒരു ലെഗസി, അതിന്റെ ഒരു
ഒരു അവശിഷ്ടം മനുഷ്യ മനസ്സിൽ എല്ലാ കാലത്തും നിലനിന്ന് പോന്നിട്ടുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാവാം മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി, ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധത്തിന് ഒരു വ്യവസ്ഥയും ക്രമവും വേണമെന്ന ഒരു ധാരണ ലോകത്ത് എല്ലാ കാലഘട്ടങ്ങളിലും നിലനിന്നിട്ടുണ്ട്. ഇത് ലംഘിക്കപ്പെട്ടിട്ടില്ല എന്നല്ല പറയുന്നത്. അതിന് ഉയർച്ചയും താഴ്ചയും അത് വളരെ കണിശമായി പാലിക്കപ്പെട്ടിരുന്ന കാലവും അത് കാറ്റിൽ പറത്തപ്പെട്ടിരുന്ന കാലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും സമൂഹത്തിന്റെ ധാർമ്മിക ബോധത്തിന്റെ അടിത്തട്ടില് വിവാഹം എന്നത് വളരെ പാവനമായ ഒരു സംഗതിയായിട്ടും വിവാഹേതരമായ ബന്ധം വളരെ അപമാനകരമായ അധിക്ഷേപാർഹമായ കാര്യമായിട്ടും മനുഷ്യന്റെ ബോധമണ്ഡലത്തില് പഴയകാലം മുതൽ തന്നെ നിലനിന്നു പോരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. എല്ലാ സമൂഹങ്ങളും ഇങ്ങനെ തന്നെയാണ് അതിനെ നോക്കിക്കണ്ടിട്ടുള്ളത്. വളരെ ഭ്രാന്തൻ ആശയങ്ങള് കൊണ്ട് നടന്നിരുന്ന ഭ്രാന്തൻ തത്വശാസ്ത്രങ്ങളുടെ ആളുകളായിരുന്ന ചിലര് ഒഴികെ ഈ സംഗതിയെ ഈ വളരെ ഭ്രാന്തൻ ആശയങ്ങളെ പിൻപറ്റിയ അതിനെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ചിലരൊഴികെ ബാക്കി എല്ലാവരും തന്നെ വിവാഹമാണ് ലൈംഗിക ബന്ധത്തിനുള്ള ഒരു സംവിധാനമായിട്ട് അംഗീകരിച്ചിരുന്നതും അതല്ലാത്തതൊക്കെ തന്നെ അസാൻമാർഗികതയായിട്ടും അധിക്ഷേപാർഹമായതും അപമാനകരമായതും ഒക്കെ ആയിട്ടാണ് നോക്കിക്കാണുകയുണ്ടായിട്ടുള്ളത്. അപ്പോൾ മനുഷ്യ പ്രകൃതി തന്നെ വിലക്കുന്ന ഒരു സംഗതിയാണ് വിവാഹേതരമായ ഇണചേരൽ എന്നത്. അത് മനുഷ്യന്റെ ജന്മപരമായിട്ട് തന്നെ മനുഷ്യൻ മനസ്സിൽ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള ഒരു ധർമ്മബോധമുണ്ട്. ആ ധർമ്മബോധത്തിന് വിള്ളലുണ്ടാക്കുന്ന, വീഴ്ച വരുത്തുന്ന, അല്ലെങ്കിൽ അതിൽ കളങ്കം ചാർത്തുന്ന ഒരു സംഗതിയായിട്ടാണ് സ്വാഭാവികമായ മനുഷ്യ പ്രകൃതത്തിന് അത് അനുഭവപ്പെടുന്നത്. ഇക്കാര്യത്തില് സാർവത്രികമായ അഭിപ്രായം ഐക്യം ഉണ്ട് എന്നത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വിവാഹത്തെ പാവനമായി കാണുകയും വിവാഹേതരമായ ഇണചേരലുകളെ പാപമായിട്ട് കാണുകയും ചെയ്യുന്നില്ലെങ്കിൽ മനുഷ്യ നാഗരികത തന്നെ തകർന്നു പോകും. മനുഷ്യവംശത്തിന് നിലനിൽപ്പില്ലാതെയും ആവും. അതൊരു ഉത്തരവാദിത്വം പങ്കിടലാണ്. വിവാഹബന്ധം എന്ന് പറയുന്നത് ജീവജാലങ്ങളിലുള്ള പോലെയുള്ള ഇണചേരൽ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ആ ഇണചേരലിന്റെ സ്വാഭാവികമായ പരിണിതിയായി ഉണ്ടാവുന്ന സന്താനോൽപാദനവും സന്താനങ്ങളെ പരിപാലിക്കേണ്ടി വരുന്നതും കുടുംബം എന്ന യൂണിറ്റ് ഫോം ചെയ്യപ്പെടുന്നതും കുടുംബം എന്ന രീതിയിൽ മനുഷ്യ സമൂഹം അതിന്റെ ഘടനാപരമായി രൂപപ്പെടുത്തപ്പെടുന്നതും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സ്ത്രീ പുരുഷ ബന്ധങ്ങള് ഈ വിവാഹം എന്ന സംവിധാനത്തിലൂടെ ഊട്ടിയുറപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ കുടുംബമില്ല, ഉത്തരവാദിത്വ ബോധവും ഇല്ല. കുടുംബവും ഉത്തരവാദിത്വ ബോധവും ഇല്ലെങ്കിൽ ഒരു സമൂഹം കെട്ടുറപ്പുള്ളതായിട്ട് നിലനിൽക്കുകയും ഇല്ല. എന്ന് വെച്ചാൽ മനുഷ്യ നാഗരികത തന്നെ തകർന്ന് തരിപ്പണമാകാൻ കാരണമാകുന്ന ഒരു സംഗതിയാണ് അങ്ങനെയൊരു വഴിവിട്ട പോക്ക് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് കേവലം മനുഷ്യന്റെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ലൈംഗിക ജീവിതം ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമുള്ള ഒരു കാര്യമല്ല. സാമൂഹ്യ ഘടന, സാമ്പത്തികമായിട്ടുള്ള പ്രക്രിയകള്, അതുപോലെ അനന്തരാവകാശം തുടങ്ങിയിട്ടുള്ള സകല വിഷയങ്ങളെയും ഇത് നേരിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. എല്ലാ സാമൂഹ്യ വ്യവസ്ഥയിലും സ്വത്തിന് അനന്തരാവകാശികളെ നിർണയിക്കുന്നത് ഇത്തരം ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആണ് എന്നത് എല്ലാവർക്കും അറിയാം. ആരാണ് അച്ഛൻ എന്നറിയാത്ത ഒരു അസ്തിത്വം അല്ലെങ്കിൽ ഒരാളുടെ അവസ്ഥ അവിടെ സ്വാഭാവികമായിട്ടും മരണാനന്തരമുള്ള
അനന്തരാവകാശ സ്വത്ത് പോലെയുള്ള വിഷയങ്ങൾക്കൊന്നും ഒരു വ്യവസ്ഥയും സംവിധാനവും ഉണ്ടാവുകയില്ല. അപ്പോ മനുഷ്യവംശത്തിന് ഒരു സ്പീഷീസ് എന്നുള്ള നിലക്കുള്ള നിലനിൽപ്പ് തന്നെ വെല്ലുവിളിക്കപ്പെടുകയാണ് വിവാഹമില്ലാത്ത, വിവാഹേതരമായ ബന്ധങ്ങൾക്ക് പ്രശ്നമില്ലാത്ത ഒരു സമൂഹത്തിന്റെ സാംസ്കാരികമായ അവസ്ഥ. അപ്പൊ മനുഷ്യ ശിശുവിന് വാത്സല്യവും പരിഗണനയും ഒക്കെ വളരെ ഏറെ ആവശ്യമുണ്ട്. വേറെ ജീവജാലങ്ങളുടെ മക്കളെ പോലെയല്ല. അത് ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ വളരെ അനിവാര്യമാണ്. നമുക്കൊരു വളരെ ശൈശവം തൊട്ട് ഒരു 10, 15, 16 വയസ്സ് വരെ എത്തുന്നത് വരെയുള്ള ഒരു മനുഷ്യ ശിശുവിനെ അതിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. അച്ഛന്റെ അസാന്നിധ്യം, അമ്മയുടെ അസാന്നിധ്യം എന്തുമാത്രം ആ കുഞ്ഞിന്റെ വളർച്ചയെയും അവന്റെ മാനസികമായ ഉല്ലാസത്തിനെയും ബാധിക്കും എന്ന കാര്യം. സ്ത്രീക്ക് തനിച്ച് ചുമതല ഏൽക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇതൊന്നും തന്നെ. സ്ത്രീയെ പോലെ തന്നെ പുരുഷനും ഇക്കാര്യത്തില്, അല്ലെങ്കിൽ സ്ത്രീയേക്കാൾ കൂടുതലായിട്ട് ഉത്തരവാദിത്വം കാണിച്ചുകൊണ്ട് കുടുംബത്തിന്റെ നാഥനായിക്കൊണ്ട് പുരുഷൻ രംഗത്ത് ഉണ്ടാവുക എന്നത് വളരെ അനിവാര്യമാണ്. കേവലം ശാരീരികമായ സുഖം അനുഭവിക്കുന്നതിനും ആനന്ദത്തിനും രസത്തിനും ഒക്കെ വേണ്ടിയുള്ള ഒരു ബന്ധമായാണ് വിവാഹത്തെ നമ്മൾ കാണുന്നതെങ്കിൽ സമൂഹം അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതം, കുടുംബ ജീവിതം എന്നൊക്കെ പറയുന്നത് കടപുഴകി വീണുപോകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട ചെറിയ സംഘങ്ങളൊക്കെ ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവരെ ഒന്ന് പഠന വിധേയമാക്കിയാൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്യും. കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന, പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു കാര്യം ഒരാളോടും തോന്നാത്ത ഒരു തലമുറ അല്ലെങ്കിൽ ഒരു വംശം ഉണ്ടായി വരുന്നു എന്നത് അങ്ങേയറ്റത്ത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് അനുഭവപ്പെടും. മനുഷ്യജീവിതം എന്നത് ഒരുപാട് കടപ്പാടുകളുടെയും പ്രതിബദ്ധതകളുടെയും ഒക്കെ കൂടി ഒരു തലമാണ് എന്നത് നമുക്ക് വല്ലാതെയൊന്നും വിശദീകരിക്കാതെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എല്ലാ കാലത്തും വിവാഹം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നു എന്നതാണ് സത്യം. വ്യഭിചാരം നാഗരികതയ്ക്ക് മേൽ വലിയ ക്ഷതമേൽപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എല്ലാ സമൂഹങ്ങളും നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. വ്യഭിചാരം എല്ലാ സമൂഹത്തിലും നിഷിദ്ധമായ ഒരു സംഗതിയായിരുന്നു. ശിക്ഷാർഹം എന്നതില് പല സമൂഹങ്ങളിലും പലപ്പോഴും വിവാഹത്തിന്റെ കാര്യത്തില് വെള്ളം ചേർക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതില് പല കൈകടത്തലുകളൊക്കെ ഉണ്ടായിട്ട് വിവാഹേതരമായ ലൈംഗിക ബന്ധത്തിന് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകളോ അല്ലെങ്കിൽ അതിൽ വെള്ളം ചേർക്കല് കാരണമായിട്ട് അത് ഫലശൂന്യമായി മാറുകയൊക്കെ ചെയ്ത ഘട്ടങ്ങളും അതുപോലെ സമൂഹങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ ഇന്ത്യയിലെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഭാരതീയ ഹൈന്ദവ പശ്ചാത്തലത്തില് ഇത് ജാതിഘടനയുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. മേൽജാതിക്കാരൻ കീഴ്ജാതിക്കാരിയായ ഒരു പെണ്ണിനെ വ്യഭിചരിക്കുകയാണെങ്കിൽ അത് അവൾക്കൊരു ഭാഗ്യമായിട്ട് കാണണം എന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന കാണാം. കീഴ്ജാതിക്കാരൻ മേൽജാതിക്കാരിയായ ഒരു പെണ്ണിനെ വ്യഭിചരിക്കുകയാണെങ്കിൽ അയാളെ നിർദാക്ഷിണ്യം കൊന്നുകളയണം എന്നതാണ് ഇവിടെ പാലിക്കപ്പെട്ടിരുന്ന നിയമം. ഒരേ ജാതിയിൽപ്പെട്ട ആള് ആ ജാതിയിലെ തന്നെ ഒരു പെണ്ണിനെ വ്യഭിചരിക്കുകയാണെങ്കിൽ ആ പെണ്ണിനെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കണം എന്നതാണ് പാലിക്കപ്പെട്ടിരുന്ന ഒരു നിയമം. അപ്പൊ ഇങ്ങനെ വളരെ വികലമായ വിധത്തില് വ്യഭിചാരത്തിനെ സമീപിക്കുന്ന, നോക്കിക്കാണുന്ന ഒരു രീതി ലോകത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. യഹൂദ ക്രൈസ്തവ പശ്ചാത്തലത്തില് ഈ വ്യഭിചാരത്തിനുള്ള ശിക്ഷ പല വിധത്തില് വെള്ളം ചേർക്കപ്പെട്ട ഒരു കാര്യവും നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. വിവാഹത്തിന് മുമ്പുള്ള ലൈംഗികത ഒരു കേവലമായ അധാർമികത മാത്രമായിട്ട് വിവാഹത്തിന് മുമ്പുള്ള വ്യഭിചാരം അത് തെറ്റാണ്. പക്ഷെ
ശിക്ഷാർഹമൊന്നുമല്ല എന്ന വിധത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്ന പല ഘട്ടങ്ങളും ക്രൈസ്തവ യഹൂദ സമൂഹങ്ങൾക്കുണ്ട്. വിവാഹശേഷം ആരെങ്കിലും പരസ്ത്രീഗമനം നടത്തുന്നതിനാണ് അഡൾട്ടറി എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും വിവാഹിതർ വ്യഭിചരിക്കുന്നത് കൂടുതൽ ഗൗരവമുള്ള കാര്യമാണ് എന്നതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് സ്വന്തം ഇണയെ വഞ്ചിക്കലാണ് എന്ന നിലക്കാണ് ലോകത്ത് പല സമൂഹങ്ങളും അതിനെ നോക്കിക്കാണുന്നത്. പാശ്ചാത്യൻ ക്രൈസ്തവ യഹൂദ പശ്ചാത്തലത്തില് ഇങ്ങനെ ഒരു അലിഖിതമായിട്ടാണെങ്കിലും അങ്ങനെ ഒരു കൺവെൻഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിവാഹ ശേഷം ഒരാൾ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ അത് സ്വന്തം ഇണയെ വഞ്ചിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നോക്കിക്കാണുകയും അതിന് ശിക്ഷ നൽകുകയും ചെയ്തിരുന്നത്. വിവാഹപൂർവമായ അത്തരം വ്യഭിചാരങ്ങളെ അത് ഗൗരവത്തിലായി എടുക്കുകയോ ശിക്ഷാർഹമായ ഒരു കുറ്റമായി കാണുകയോ ഒന്നും ചെയ്യുക എന്ന രീതി ഉപേക്ഷിക്കപ്പെട്ടിരുന്നു. ഇതിലൊക്കെ വലിയ ഡൈല്യൂഷൻ വരുത്തപ്പെട്ട അവസ്ഥയിലാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോ യഥാർത്ഥത്തിൽ ഇസ്ലാം നൽകുന്ന മാർഗദർശനം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആലോചിക്കുമ്പോൾ വ്യഭിചാരം എന്നത് സ്വമേധയാ തന്നെ ഒരു വലിയ തെറ്റാണ്, വലിയ കുറ്റമാണ്. വിവാഹം ചെയ്തു ചെയ്തില്ല എന്നത് ഒന്നുമല്ല അതിനെ കുറ്റമാക്കി മാറ്റുന്നത്. അത് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ വളരെ പരസ്യമായി ലംഘിക്കുക എന്ന ഒരു പ്രവർത്തനമാണ് എന്നതിനാൽ തന്നെ അത് കുറ്റകരമായ സംഗതിയാണ്. നമ്മുടെ പാർട്ട്ണറോട്, നമ്മുടെ ഇണയോട് ചെയ്യുന്ന ഒരു അപരാധം എന്നുള്ള നിലക്കല്ല അത് തെറ്റാവുന്നത്. അള്ളാഹുവിനോട് ചെയ്യുന്ന അക്രമം എന്ന നിലക്കാണത് തെറ്റാവുന്നത് എന്ന് കാണാൻ കഴിയും. അപ്പോ വ്യഭിചാരം നിഷിദ്ധമായിരുന്നു എല്ലാ സമൂഹങ്ങളിൽ എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. പല സമൂഹങ്ങളിലും ഇതില് വ്യഭിചാരത്തിനുള്ള ശിക്ഷയുടെ കാര്യത്തില് പല വിധത്തിലുള്ള വെള്ളം ചേർക്കലുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് കേവല വ്യഭിചാരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഫോർണിക്കേഷൻ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയാം. അറബിയിൽ രണ്ടും സിന തന്നെയാണ്. ഫോർണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിവാഹിതര് ഇത്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സംഗതിക്കാണ് ഫോർണിക്കേഷൻ എന്ന് പറയാം. അത് ഒരു സാധാരണ കുറ്റമാണ് എങ്കിലും അതിന് വലിയ ശിക്ഷയൊന്നും വേണ്ടതില്ല എന്നൊരു നിലപാടാണ് പടിഞ്ഞാറൻ സംസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അഡൾട്ടറി എന്നാണ് വിവാഹിതനായ ഒരാള് അല്ലെങ്കിൽ വിവാഹിതയായ ഒരാള് മറ്റൊരാളുമായി ഇണചേരൽ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പറയുന്നത് അഡൾട്ടറി എന്നാണ്. അത് വലിയ പാപമായിട്ട്, വിശ്വാസവഞ്ചനയായിട്ട് ഒക്കെ കണ്ടുകൊണ്ട് അത് ശിക്ഷാർഹമായ ഒരു തെറ്റായിട്ട് പരിഗണിക്കുന്ന ഒരു രീതിയാണ് സമീപകാലം വരെ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതിലും മാറ്റം വന്നിട്ടുണ്ട്. കൺസെൻഷ്വൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയാണ് വിവാഹിതരായാലും വിവാഹിതരല്ലെങ്കിലും ആരെങ്കിലും ഇണചേരുന്നതെങ്കിൽ അതൊരു തെറ്റേ ആയിട്ട് കാണുന്നില്ല എന്നതാണ് ആധുനിക പടിഞ്ഞാറൻ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത. അത് വിവാഹിതനായാലും അല്ലെങ്കിലും താൻ ഒരാളുമായി, ഒരു സ്ത്രീയുമായി ഇണചേരൽ ബന്ധത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ അവൾക്ക് സമ്മതമുണ്ട്, അയാൾക്കും അതില് സമ്മതമുണ്ട് എന്ന നിലക്കാണ് അത് നടത്തുന്നതെങ്കിൽ അതൊരു തെറ്റായിട്ട് കാണാൻ പറ്റുകയില്ല. അതിൽ അഭിപ്രായം പറയാൻ ആ പെണ്ണിന്റെ ഭർത്താവിന് പോലും യാതൊരു അവകാശവുമില്ല എന്നതാണ് ആധുനിക കാലഘട്ടത്തിലെ പടിഞ്ഞാറൻ നാടുകളിലുള്ള നിലപാട് എന്ന് കാണാൻ കഴിയും. അതിന്റെ വേറൊരു പ്രകടമായ രൂപമാണ് മൈ ബോഡി മൈ റൈറ്റ് എന്ന സ്ലോഗൻ. എന്റെ ശരീരം, നീ എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നിന്റെ ഭാര്യ ആയിട്ടുണ്ടെങ്കിലും എന്റെ ശരീരം എന്താവണം, എന്ത് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണം എന്നത് നീയല്ല തീരുമാനിക്കേണ്ടത്, അതെന്റെ അവകാശമാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തുന്ന ഒരു സംസ്കാരം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കാലഘട്ടത്തിൽ കാണപ്പെടുന്നത്.
അപ്പോ വിവാഹപൂർവ ബന്ധങ്ങളെ വളരെ നിസ്സാരമായി കാണുന്നു എന്നത് വിട്ട് വിവാഹത്തിൽ ഏർപ്പെട്ട ആളുകൾ തന്നെ പരസ്ത്രീ ഗമനമോ പരപുരുഷ ഗമനമോ നടത്തുന്നത് കൺസെൻഷ്വൽ ആയിട്ടാണെങ്കിൽ അത് ഒരു തെറ്റോ കുറ്റമോ അല്ല, ശിക്ഷ നൽകപ്പെടേണ്ട ഒരു സംഗതിയല്ല എന്ന വിധത്തില് നോക്കിക്കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സൂറത്ത് നൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ, തൽമൂദ്, അതുപോലെ ഹൈന്ദവ വേദങ്ങളെല്ലാം തന്നെ ഇന്ന് നിലവിലുള്ള അവശേഷിക്കുന്ന രൂപത്തില് വിവാഹിതനോ അല്ലാത്തവനോ മറ്റൊരാളുടെ ഭാര്യയുമായി വ്യഭിചരിച്ചാലാണ് അത് ശിക്ഷാർഹമായിട്ട് പരിഗണിക്കുന്നത് എന്നതാണ് നിലവിലുള്ള അവസ്ഥ. അള്ളാഹുവിന്റെ വിധി നിർദ്ദേശങ്ങളിൽ വെള്ളം ചേർക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും ബൈബിളില്, തൗറാത്തില് വ്യഭിചാരത്തിനുള്ള ശിക്ഷ ഖുർആനിൽ നിർദ്ദേശിക്കപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിശദാംശങ്ങളോടുകൂടി നടപ്പിലാക്കിയതുമായ അതേ സംഗതി തന്നെയായിരുന്നു എന്നതാണ് വസ്തുത. അള്ളാഹു മനുഷ്യർക്കിടയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഈ നിയമനിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തുടക്കത്തിലൊക്കെ സ്വന്തം കുടുംബത്തിനും സ്വന്തം ആൾക്കാർക്കും വേണ്ടി കോല് വളച്ചു വെച്ചുകൊണ്ട് നിയമത്തെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് നടപ്പിലാക്കുന്ന രീതി സ്വീകരിക്കപ്പെട്ടിരുന്നു എന്നതാണ് വസ്തുത. എങ്കിൽ പിൽക്കാലത്ത് പിന്നീട് അങ്ങോട്ട് അത് ആ ഡൈല്യൂഷൻ, അതിൽ വെള്ളം ചേർക്കുക എന്നതും അതിനെ വളരെ കണിശമായ ഒരു സംഗതിയായി കാണുന്നത് അവസാനിപ്പിക്കുക എന്നതും ഒക്കെ തന്നെ എല്ലാവർക്കും ബാധകമാവുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയുണ്ടായി. അപ്പോ ജീവിത പങ്കാളിയെ വഞ്ചിക്കുന്നു എന്നതല്ല വ്യഭിചാരം കുറ്റകരമായ ഒരു സംഗതിയായി മാറുന്നതിന് ഇസ്ലാം കാണുന്ന അടിസ്ഥാനം, മറിച്ച് അത് അള്ളാഹുവിനെ വഞ്ചിക്കലാണ് എന്നതാണ് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇസ്ലാം വ്യഭിചാരത്തെ സ്വയം തന്നെ അത് സ്വന്തം നിലക്ക് തന്നെ അതിൽ ആരെയും വഞ്ചിതരാക്കുന്ന വിഷയമൊന്നും ഇല്ലെങ്കിൽ പോലും വളരെ ഗൗരവമുള്ള കുറ്റമായിട്ടാണ് ഗണിക്കുന്നത്. വിവാഹത്തിന് ശേഷമുള്ള വ്യഭിചാരം, അഡൽട്ടറി, അത് ഈ കുറ്റത്തിന്റെ കാഠിന്യവും കടുപ്പവും ഒക്കെ വർദ്ധിപ്പിക്കുന്നു എന്നത് ശരിയാണ്. അതുകൊണ്ട് വിവാഹപൂർവമായ അത്തരം സംഗതികൾ കുറ്റകരമല്ല എന്ന് വരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ വ്യഭിചാരത്തിന്റെ ഈ വിപത്തിൽ നിന്ന്, സമൂഹത്തിന്റെ അടിത്തറ ഇളക്കിക്കളയുന്ന ഈ തിന്മ, അതിന്റെ വിപത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വളരെ വൈവിധ്യമാർന്ന നിർദ്ദേശങ്ങളും അതുപോലെ അധ്യാപനങ്ങളുമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം പഠന വിധേയമാക്കാം. ഒന്നോ രണ്ടോ ദിവസങ്ങൾ ഈ രണ്ടായത്തുകളിൽ തന്നെ നമ്മൾ കുടുങ്ങിക്കിടക്കേണ്ടി വരുന്നു എന്നത് പ്രയാസകരമാണ്. എന്നാൽ പോലും അങ്ങനെ ചെയ്യാതെ മുന്നോട്ട് പോവുക, കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, സമയം എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് നല്ലത് എന്ന് ആണ് ഞാൻ കരുതുന്നത്. ഇനി അതല്ല, വിശദാംശങ്ങളൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞിട്ട് നേരെ അടുത്ത ആയത്തിലേക്ക് പോകണമെന്നാണ് നമ്മളുടെ പഠിതാക്കൾ അല്ലെങ്കിൽ ഇതിന് നമ്മളുടെ ഓഡിയൻസ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവരുടെ അഭിപ്രായവും പങ്കുവെക്കാവുന്നതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.